മാഡം DK രേവണ്ണ, പ്രജ്വൽ രേവണ്ണ അച്ഛനും മകനുമാണ്, ജനതാദളിന്റെ നേതാക്കളാണ്. ഇപ്പോൾ കർണാടകയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുണ്ട്. ഇരുവർക്കുമെതിരെ ആരോപണങ്ങളാണ്. ഇവർ രണ്ടുപേരും കർണാടകയിൽ ജനതാദളിനെ തൂത്തെറിയുമോ? ജനതാദളിനെ തൂത്തെറിയുമോ എന്നുള്ളതിന് പ്രജ്വല് വരട്ടെ. പ്രജ്വൽ രംഗത്ത് വന്നിട്ടില്ലല്ലോ. ജർമ്മനിയിലാണ്. ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് അവിടെ മൊത്തം കുഴഞ്ഞുറഞ്ഞ അടയ്ക്കുക. ശരിക്കും പറഞ്ഞാൽ HD ദേവഗൗഡയ്ക്ക് വലിയൊരു തലവേദനയാണ് ഇതിപ്പോ ഈ ഒരു ഘട്ടത്തില് പുറത്തായത്. പിന്നെ HD ദേവഗൗഡയ്ക്ക് അദ്ദേഹത്തിന് തന്നെ അറിയാമോ എന്തോ ഈ ചെറുമകൻ ഇത്ര ഒരു വിനേന്ദ്രനാണെന്ന്. അത് 5 ലക്ഷം രൂപ ഇത് സ്ത്രീകളുടെ ജീവിതം വെച്ചാണല്ലോ പത്താടിയത്. 2976 വീഡിയോസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു കണക്ക് ഏകദേശം കടത്തലല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരവും ഇപ്പോഴത്തെ നാഗരിക ജീവിതവും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് ജന്മിത്വമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു രീതിയിൽ ആലോചിച്ച് നോക്കിയാൽ ആ ബാംഗ്ലൂർ സിറ്റി മാത്രമേ വികസിച്ചിട്ടുള്ളൂ. കർണാടകത്തിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോഴും കർഷക അങ്ങനത്തെ ഒരു എന്നുവെച്ചാൽ വളരെ ഗ്രാമീണമായിട്ടുള്ള, ഇപ്പൊ കേരളത്തിൽ കാണാൻ ഒക്കാത്ത ഗ്രാമീണത. അതുകൊണ്ടാണ് ഈ ദേവഗൗഡ പ്രധാനമന്ത്രി ആകുന്നത് തന്നെ കർഷകന്റെ പുത്രൻ എന്നുള്ള ലേബലിലാണ് ദേവഗൗഡ പ്രധാനമന്ത്രി ആകുന്നത്. ആ എപ്പിസോഡ് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങള് അന്ന് ഞാൻ ഡൽഹിയിലുണ്ടായിരുന്ന സമയമായിരുന്നു. ഞങ്ങൾ പ്രസാദെല്ലാം കൂടെ VP സിംഗ് ആണ് ഡിസൈഡിങ് ഫാക്ടർ ഈ ഒരു ആര് പ്രധാനമന്ത്രി ആക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വെച്ച് രാംവിലാസ് പാസ്വാൻ ആയിരിക്കും, അല്ല ലല്ലു പ്രസാദ് യാദവ് ആയിരിക്കും. VP സിംഗിന്റെ വീട്ടിൽ ചെന്നപ്പം VP സിംഗ് എന്ത് വളരെ തന്ത്രപൂർവ്വം ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോയി. എന്നാൽ എവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം സാധാരണ ചെല്ലാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ അവിടെ എവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്തു. ഒരിടത്തും ചെന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം ശരിക്കും ഡൽഹിയിൽ ടൂർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങളെ പേടിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പാസ്വാന്റെ അവിടെ ചെന്നു. പാസ്വാന്റെ അവിടെ ചെന്നപ്പോൾ ആളില്ലായിരുന്നു. രാംവിലാസ് പാസ്വാൻ. അവിടുന്ന് ഞങ്ങള് ലല്ലു പ്രസാദ് യാദവിന്റെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം ലല്ലു പ്രസാദ് യാദവ് ഉണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഗേറ്റ് തുറക്കണ്ട. ഞങ്ങള് നാഷണൽ മീഡിയ ആണ്, എല്ലാവരും വെളിയിൽ നിൽക്കുകയാണ്. അപ്പം ലല്ലു പ്രസാദ് യാദവ് ആണോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ളൊരു ആകാംക്ഷ. പക്ഷെ അവിടെ വലിയ ആഘോഷവും അങ്ങനെയൊന്നും കാണുന്നില്ല, പാർട്ടി പ്രവർത്തകരെയും കാണുന്നില്ല. അങ്ങനെ അവിടെ നിൽക്കുമ്പം ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു അന്ന്. ഈ മണൽക്കാറ്റും ഒക്കെ ഉള്ളൊരു ദിവസം. അങ്ങനെ അവിടെ നിന്ന് ഒരു 1 മണിക്കൂർ നിന്ന് 1.5 മണിക്കൂർ നിന്ന് അവസാനം VP സിംഗ് വീട്ടിലെത്തിയെന്ന് ആരോ പറഞ്ഞറിഞ്ഞു. ലല്ലു പ്രസാദ് യാദവിന്റെ കാറ് വെളിയിലോട്ട് പോയി. ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഏതെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ ആ തുമ്പിന്റെ പിന്നാലെ പോവുക. എല്ലാരും കൂടെ വെച്ച് നേരെ ആ കാറിന്റെ പിന്നാലെ വിട്ടു. അപ്പം നേരെ VP സിംഗിന്റെ വീട്ടിൽ ചെന്നു. VP സിംഗ് വീട്ടിലെത്തിക്കഴിഞ്ഞു. അപ്പൊ മാധ്യമ പ്രവർത്തകരാണോ വന്നതെന്നറിയാം. പിന്നെ അദ്ദേഹം ഇത് കൂടെ ഫ്രണ്ട്ലി ആണ്, അത്രയും വലിയ ഒരു ഹൊസ്റ്റൈലല്ല. ഞാൻ പറഞ്ഞു മാധ്യമങ്ങളെ അകത്തോട്ട് കയറ്റി എല്ലാവർക്കും റിഫ്രഷ്മെന്റ്സ് ഒക്കെ വന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അപ്പം എല്ലാവരും അപ്പം മുതിർന്നവരാണ് ആദ്യമേ സംസാരിച്ചത്. അപ്പം അവർ ചോദിച്ചു അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു കൊയിലിഷനാണല്ലോ. അപ്പം VP സിംഗ് പറഞ്ഞു നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയാണെന്നാണ്. ഞങ്ങൾ എന്താ പോയി ആരായിരിക്കും എന്നൊരു പിടിയും കിട്ടുന്നില്ല. HD ദേവഗൗഡ.
അപ്പോഴാണ് ഞങ്ങൾ HD ദേവഗൗഡ ഉം. എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. ഉം. ഉം. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരു സാധാരണമായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ കർഷകന്റെ മകൻ, ഉം. ആ ഒരു ഭൂമിയുടെ മകൻ, അങ്ങനെയൊക്കെ പലരും വിസ്തീർണങ്ങൾ കൊടുത്തിട്ടുണ്ട്, വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നൊരു ഫാമിലിയാണ്. ആ ഫാമിലിക്ക് ഇപ്പോഴും റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ ആ റെസ്പെക്റ്റിനെയൊക്കെ തകിടം മറിക്കുന്ന രീതിയിലല്ലേ ഇപ്പൊ കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതെ, കർണാടകയില് ശരിക്കും പറഞ്ഞാല് 90 ഈ പ്രധാനമന്ത്രിയായി, ഇദ്ദേഹം പ്രധാനമന്ത്രിയായി 96-ൽ. അതിനുശേഷം ആ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി പലതായി പിളർന്നു പോയെങ്കിലും ഇപ്പോഴും ആ ജനതാദൾ എന്നുള്ള പാർട്ടിയെ കൊണ്ട് നടക്കുന്ന, അതെ അതെ, അപ്പൊ കർണാടകയിൽ അവരിപ്പോഴും ശക്തരാണ്. ആ പാർട്ടി ചില ഏരിയയിലെങ്കിലും ശക്തരാണ്. അവർക്ക് ആര് ഭരണത്തിൽ വരണ്ടാന്ന് തീരുമാനിക്കാനുള്ള സ്വാധീനമൊക്കെ അവർക്കുണ്ട്. ഈ അവിടെയാണ് ഇവർ രണ്ടുപേരും ഈ വിക്രിയകളെല്ലാം കാട്ടിക്കൂട്ടി ഈ പാർട്ടിയെ വല്ലാതെ തകർച്ചയിലേക്ക് കൊണ്ടു ചെന്നിരിക്കുന്നു. അല്ല, അത് ഇപ്പം കുമാരസ്വാമിക്കും HD കുമാരസ്വാമി മറ്റേ മകനെ ദേവഗൗഡയുടെ മുഖ്യമന്ത്രിയൊക്കെ, അദ്ദേഹം പക്കാ പൊളിറ്റീഷ്യൻ. പോളിറ്റിക്സ്, ബ്രീതിങ് പോളിറ്റിക്സ്, ശ്വസിക്കുന്നത് പോളിറ്റിക്സ്, കഴിക്കുന്ന പോളിറ്റിക്സ്, അങ്ങനെ ഒരു പക്കാ പൊളിറ്റീഷ്യനാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ രണ്ടെണ്ണം ഒന്നല്ല, ഇതിന് പാർലമെന്റിലോട്ട് കൊണ്ടുപോയാൽ എങ്ങനെയായിരിക്കും? ഡൽഹിയിലെ പെണ്ണുങ്ങൾ സേഫ് ആയിരിക്കും, പാർലമെന്റിലെ വനിതാ അംഗങ്ങൾ സേഫ് ആയിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞ ഞരമ്പ് രോഗം എന്ന് പറഞ്ഞാൽ. അതായത് പരാതികൾ വന്നതിന് ശേഷം പലരും ഇവർക്കെതിരെ രംഗത്ത് വരാൻ തുടങ്ങി. 47-കാരി പരാതി കൊടുത്തു, വീട്ടുജോലിക്കാരിയായിരുന്നു. അവരെ 2019. പിന്നെ ഇതില് ഒരു ലേഡിയെ, ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ഈ പരാതി പറയാതിരിക്കാൻ വേണ്ടി. അപ്പൊ അവരുടെ മകൻ വന്നിട്ട് പരാതി കൊടുത്തു, അമ്മയെ കാണാനില്ല. അപ്പൊ അവിടെ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു അവരെ. അപ്പൊ ഇവരിങ്ങനെ ഓരോ ആളുകളുടെ അടുത്തും ഇരയായ സ്ത്രീകളുടെ വീടുകളിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പരാതി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. അച്ഛനും മകനും. ഈ കാര്യങ്ങളൊന്നും കേരളത്തിൽ നടക്കൂല. കേരളം ജനതയുടെ നമ്മളുടെ സെൻസിബിലിറ്റിക്കും അതീതമാണ്. കാരണം നമ്മളിതൊന്നും കണ്ടിട്ടില്ല, നമ്മളിങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല. നമ്മളുടെ ഇവിടെ ജന്മിത്വം ഇല്ല. ജന്മിത്വം പണ്ടുണ്ടായിരുന്നതാണ്, പക്ഷെ അതൊരു വളരെ ഇതായിട്ടുള്ള രീതിയിലാണ്, മൈൽഡായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ ഇത്രയും ഇതായിട്ട് വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതലും. ഈ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, അവിടേക്കാണ് അണ്ണാച്ചിമാരെന്ന് പറയുമല്ലോ, കയ്യിലൊക്കെ മോതിരങ്ങളൊക്കെ ഇട്ട് ചങ്ങലകണക്ക് മാലകളൊക്കെ ഇട്ട് നടക്കുന്നത്. അപ്പൊ അവിടേക്കാണ് ഇതൊക്കെ പേടിക്കേണ്ടത്. ഇപ്പം നമ്മള് ശരവണ ഭവൻ, മുതലാളി, അപ്പൊ അതേനൊക്കെയുള്ള ഈ ജന്മിത്വമുള്ള സംസ്ഥാനങ്ങൾ, അവിടെയാണ് നമ്മളിത് ഭയക്കേണ്ടത്. ഈ ഇദ്ദേഹം ഈ രേവണ്ണ മന്ത്രിയായിട്ടിരുന്ന സമയത്ത് ഇദ്ദേഹം വീട്ടില് വാസ്തുപ്രകാരം ഇദ്ദേഹത്തിന്റെ മന്ത്രിമന്ദിരത്തിൽ നിന്ന് അദ്ദേഹത്തിന് അങ്ങോട്ട് പോകില്ല. അദ്ദേഹം എല്ലാ ദിവസവും 340 കിലോമീറ്റർ സഞ്ചരിച്ചാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് തിരികെ ഒരു 170 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചാണ് അദ്ദേഹം ഇവിടെ വന്നിരുന്നത്, ഓഫീസിൽ വന്നിരുന്നത്. അതായത് അത്രയും വിശ്വാസിയാണ് അദ്ദേഹം. ഇങ്ങനെ വിശ്വാസിയായ ഒരാളിൽ നിന്ന് വിശ്വാസമല്ല, അന്ധവിശ്വാസങ്ങളുള്ള ഒരാളാണോ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടത്? കാരണം ഒരു സ്ത്രീയുടെ കണ്ണീര് വീണാൽ തന്നെ മുടിയും. സ്ത്രീ ശാപം ഏറ്റാലും പിന്നെ ഒരു മോക്ഷമില്ല. അതിന് എത്ര നമ്മള് പുണ്യവെള്ളത്തിൽ പോയി കുളിച്ചാലും, എത്ര പൂജകൾ ചെയ്താലും, എത്ര വാസ്തു പ്രകാരം എന്തൊക്കെ ചെയ്താലും അതിന് മോചനമില്ല, അനുഭവിച്ചേ പറ്റൂ. രേവണ്ണ അറസ്റ്റിലാണ്, കസ്റ്റഡിയിൽ. പക്ഷെ മറ്റേ പ്രജ്വലം എന്ന് വരണം, ഇന്നെങ്ങാണ്ട് വരും. പ്രജ്വല് വരും. അപ്പോ ഈ ഇദ്ദേഹം അത് മാത്രമല്ല, ഈ ബിസ്ക്കറ്റ് പാക്കറ്റൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അവരെ കാണാൻ ചെന്നിട്ട് വലിച്ചെറിഞ്ഞു കൊടുത്ത ആളാണ് ഈ രേവണ്ണ. അത് ആ ആൾക്കാരോടുള്ള ഒരു മനോഭാവം എന്ന് വെച്ചാൽ നമ്മള് സാധാരണ നായ്ക്കൾക്കല്ലേ ബിസ്ക്കറ്റ്, നായ്ക്കൾക്ക് നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിനെ
സ്നേഹത്തോടെ, അതെ, അതെ, സ്നേഹത്തോടെയല്ലേ അതെ. എടുക്കുന്നത്. ഇത് വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അവൻ മനോഭാവം ആലോചിച്ചോ. ഉം. ഒരു അങ്ങനെ ഇപ്പൊ പ്രധാനമന്ത്രിയുടെ മകനാണ് ഇങ്ങനെയൊക്കെ ഉം. കാണിക്കുക, മകനും ചെറുമകനും ഒക്കെയാണ് ഉം. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ചാല്. ഉം. എന്നാ എച്ച് ഡി ദേവഗൗഡയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അല്ല, ഈ 33 വയസ്സേ ഉള്ളൂ. 33 വയസ്സുള്ള മുപ്പത്തി- അദ്ദേഹം അതാണ് MP ആണ്. അതാണ് അപ്പൊ വേറൊരു തമാശ. ഈ 33 വയസ്സിൽ ഇത് എങ്ങനെ ഒപ്പിച്ച്? ഉം. അപ്പൊ ഈ പയ്യന്റെ അടുത്തൂടെ ആർക്കും പോവാൻ ഒക്കില്ലല്ലോ. അത് ആ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള, അല്ല, എന്നിട്ട് ആരും അറിഞ്ഞില്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല അതെങ്ങനെയോ എവിടെ ലീക്ക് ആയതിനു ഈ ശേഷമാണ്. കുടുംബത്തിലുള്ളവർ ആരും അറിഞ്ഞില്ല. ഇത് ലീക്ക് ഔട്ട് ആക്കിയത് അദ്ദേഹത്തിന്റെ ഡ്രൈവറാണ്. ഉം. ഈ ഡ്രൈവർ മുമ്പും അതിന് കുപ്രസിദ്ധനാണ്. അതെ, അതെ. ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട്. അപ്പൊ ഉം. ഈ ഡ്രൈവറും എല്ലാരും കൂടെ ചേരുന്ന റാക്കറ്റായിരുന്നു. അതെ, 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 അതെ. കാരണം ഈ ആരെങ്കിലും സഹായം വേണ്ടേ? അപ്പോൾ നമുക്ക് എന്തായാലും പറഞ്ഞ് അവസാനിപ്പിക്കാം. പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ ഒരിക്കലും ചെയ്തുകൂടാത്ത അല്ലെങ്കിൽ കാണിക്കാൻ പാടില്ലാത്ത ചില വിക്രിയാണ്. കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഞെട്ടലോടെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി എന്റെ പര്യവസാനം എങ്ങനെ ആവുമെന്ന് അതെ, അതെ, അതെ. പര്യവസാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ആയി മാറും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ആസ് ഓഫ് നൗ, അതെ, അതെ. ഇന്ന് നമ്മളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഇനി ആ പ്രജ്വലിനെ കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയായി തിരിയും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാത്തിരുന്ന് കാണാം.